കാറ്റത്തെ കിളിക്കൂടിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് ഏട്ടൻ വീട്ടിൽ ആരും തന്നെ അറിയാതെ ഡൈവോഴ്സായ ഒരു പെൺകുട്ടിയെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണുകയും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്നാൽ വീട്ടിൽ ആരും ഇതും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ബ്രോക്കർ വിളിക്കുന്നുണ്ട്. പെൺവീട്ടിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് കാണാൻ വരുന്നുണ്ട്. നീ റെഡി ആയിരിക്കണം എന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ ആകെ ടെൻഷൻ ആവുകയാണ്. എങ്ങനെ വീട്ടിൽ ഇക്കാര്യം അവതരിപ്പിക്കും എന്നും ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കിച്ചണിൽ നിൽക്കുകയാണ്. പെട്ടെന്നാണ് നമ്മുടെ നിധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ സുഭാഷ് ഏട്ടാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല മോളെ, നിനക്ക് ഓഫീസിൽ പോകാനായില്ലേ, പോകാൻ നോക്കെന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് നികേഷ് വരുന്നുണ്ട്. നികേഷ് ചോദിക്കുകയാണ്, സുഭാഷ് ഏട്ട എവിടെ എൻ്റെ ലഞ്ച് ബോക്സ്? നിൻ്റെ ലഞ്ച് ബോക്സ് ഇതായിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടൻ ഒരു തവി കറി എടുത്ത് നമ്മുടെ നികേഷിനെ നീട്ടുവാണ്. പെട്ടെന്ന് നികേഷ് പറയുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ ഇത്, എൻ്റെ ലഞ്ച് ബോക്സ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ കറി എടുത്താണോ തരുന്നത്? എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിധിയും നികേഷും ഹരീഷൊക്കെ സുഭാഷ് ഏട്ടനെ വളരെ അമ്പരപ്പോടു കൂടി നോക്കുകയാണ്. അയ്യോ, ഞാനത് മറന്നുപോയി നികേഷ് എന്നും പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന ലഞ്ച് ബോക്സ് എടുത്ത് നികേഷിൻ്റെ അടുത്തേക്ക് നീട്ടുന്നുണ്ട്. നികേഷ് ഇത് വാങ്ങിച്ചു. പക്ഷേ അതൊരു കനൊന്നും തോന്നാത്തത് കാരണം പെട്ടെന്ന് അവൻ കുലുക്കി നോക്കുന്നുണ്ട്. എന്നിട്ടത് തുറന്നു നോക്കുകയാണ്. അതിലൊന്നും തന്നെയില്ല. എന്നിട്ട് സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ, എന്ത് പറ്റി? ഇതിലൊന്നുമില്ലല്ലോ, ഞാൻ എന്താ ഉച്ചയ്ക്ക് കഴിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ മറന്നു പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അതിൽ ലഞ്ചാക്കി കൊടുക്കുകയാണ്. സുഭാഷിന് എന്തോ ടെൻഷൻ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഹരീഷും ചോദിക്കുന്നുണ്ട്, എന്താ വർക്ക് സൈറ്റിൽ വല്ല പ്രശ്നമുണ്ടോ സുഭാഷ് ഏട്ടാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലടാ, പ്രശ്നമൊന്നുമില്ല, നിങ്ങളൊക്കെ പോവാൻ നോക്ക്, നേരെ ഒരുപാടായില്ലേ എന്ന് പറയുമ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി പോവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് സുധീഷ് വരുന്നുണ്ട്. ഒരു പാട്ടൊക്കെ പാടി കണ്ണാടിയിൽ നോക്കി മുടിയെല്ലാം ചീവി പൗഡറൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഹരീഷിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ച് തുരുതുരാ തലങ്ങും വിലങ്ങും അവന് സ്പ്രേ അടിക്കുന്നുണ്ട്. എല്ലാവരും മൂക്കി പൊത്തി നിൽക്കുകയാണ്. എന്തിനാടാ ഇത്രയൊക്കെ അടിക്കുന്നത്, നീ എന്തായി ചെയ്യുന്നത് ഹരീഷ് ചോദിക്കുന്നുണ്ട്. നീ പോടാ, നിനക്ക് അസൂയ കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഞാൻ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് അറിയാമോ, ഞാൻ ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോവുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുകയാണ്. പെൺകുട്ടിയോ, ഏത് പെൺകുട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് ഹരീഷ്. അത് ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട ആ പറവയുണ്ടല്ലോ, ആ പെൺകുട്ടി തന്നെ. ഇത് കേട്ട് നിധിക്ക് ദേഷ്യം വരും കേട്ടോ. നിധിയുടെ മുഖത്തുള്ള ഈ ദേഷ്യവും ടെൻഷനും ഒക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് സുധീഷ് ആ പെൺകുട്ടിയുടെ കാര്യം ഇങ്ങനെ പറയുന്നത്. നിധിയുടെ ഉള്ളിൽ സുധീഷിനോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് സുധീഷിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവളെ വെറുപ്പിക്കാൻ വേണ്ടി, അവളുടെ ആ സ്നേഹം കാണാൻ വേണ്ടി, അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് സുധീഷ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എല്ലാവരും പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം, ആ പെൺകുട്ടിയെ കാണാം എന്നൊക്കെ പറഞ്ഞ് സുധീഷ് എല്ലാവരെയും നോക്കുകയാണ്. പെട്ടെന്ന് നികേഷ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരുന്നില്ല, ഏട്ടത്തിയും വരുന്നില്ല, ഏട്ടത്തിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുക. ശരി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എന്തായാലും ഞാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് ഇറങ്ങുകയാണ്. അല്പസമയം കഴിഞ്ഞതും നിധി നികേഷിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് നികേഷിനോട് പറയുന്നുണ്ട്, എടാ നികേഷ്, നമുക്ക് പതിയെ നടന്നാൽ മതി കേട്ടോ, കുറച്ച് സമയം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് എത്താം എന്ന് പറയുക. അപ്പോൾ നികേഷും പറയുന്നുണ്ട്, അത് തന്നെയാണ് ഏട്ടത്തി നല്ലത്, ഞാനും അത് അങ്ങോട്ടേക്ക് പുറകെ നിൽക്കുമായിരുന്നു, അല്ലെങ്കിലേ പെട്ടെന്ന് അവിടെ എത്തിയ നമ്മുടെ സുധീഷ് ഏട്ടൻ്റെ ആ പൊങ്ങച്ച മൊത്തം ഞാൻ കാണേണ്ടി വരും, അതെനിക്ക് സഹിക്കില്ല, നമുക്ക് പതിയെ നടന്നു പോകാൻ ചേച്ചി എന്ന് പറയുകയാണ്. അങ്ങനെ അവർ പതിയെ നടന്ന് ചെല്ലുന്നുണ്ട്. എന്നാൽ നമ്മുടെ സുധീഷാണെങ്കിൽ ഇവരെ കാണാത്തത് കൊണ്ട് ടെൻഷനായിട്ട് നിൽക്കുക. എന്താ ഇത്രയും നേരമായിട്ടും അവർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരാത്തത്, നിധിയെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് നിധിയെ വരുന്ന വഴിയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. നിധിക്കാണെങ്കിൽ സുധീഷിൻ്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അവനെ പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി 4 കൊടുക്കാനാണ് നിധിക്ക് തോന്നിയത്. അവളുടെ മനസ്സിലതിങ്ങനെ ഒരു ചിത്രം, അതിൻ്റെ ചിത്രമൊക്കെ ഇങ്ങനെ മിന്നി മറയുന്നുണ്ട്. പക്ഷെ കടിച്ചമർത്തിയിട്ടാണ് അവൾ നടക്കുന്നത്. അങ്ങനെ സുധീഷ് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആ പെൺകുട്ടി വരികയാണ്. സുധീഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ പെൺകുട്ടി. സുധീഷിനെ കണ്ടതും ചിരിക്കുക. സുധീഷിനും വളരെ സന്തോഷത്തോടെ, അയ്യോ ആ കുട്ടി എന്നെ നോക്കുന്നു, ചിരിക്കുന്നു എന്നൊക്കെയുള്ള സന്തോഷത്തോടെ അവനും ചിരിക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ തിരിഞ്ഞു നോക്കുവാണ്. അയ്യോ എൻ്റെ ആളെ കാണുന്നില്ലല്ലോ, അവളെ കാണിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, പക്ഷെ കാണേണ്ട ആളെ കാണുന്നില്ലല്ലോ എന്നും മനസ്സിൽ കരുതിക്കൊണ്ട് നിധി വരുന്ന വഴിയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. നികേഷനാണെങ്കിൽ നിധിയോട് ഓരോ സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി എന്നെയാണ് നോക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു, അവൾ എന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് ഞാൻ കരുതിയേ,
പക്ഷേ പെട്ടെന്ന് സുധീഷേട്ടനാണ് അവൾ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി ഏട്ടത്തി എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, എന്താ നികേഷ ഇത്, നിനക്ക് പ്രായം ഇത്രയല്ലേ ആയുള്ളൂ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, നിനക്ക് ഇനിയും എത്രയോ സമയം കിടക്കുന്നു, നിന്നെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി നിൻ്റെ ജീവിതത്തിലേക്ക് വരും, നീ എന്നെ തന്നെ നോക്ക്, ഇത്രയും നാളായി ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല, ആരോടും പ്രണയം തോന്നിയിട്ടില്ല, എനിക്കും ഒരുപാട് സമയം കിടക്കുന്നു, പിന്നെ നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഇതാലോചിച്ച് നടക്കുകയും വേണ്ട, അതങ്ങ് വിട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിധി അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് അവർ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുവാണ്. ഇത് നമ്മുടെ സുധീഷ് കാണുന്നുണ്ട്. സുധീഷ് തൻ്റെ ഗ്ലാസ് ഒക്കെ എടുത്ത് മുഖത്ത് വെക്കുകയാണ്. നിധിയെ കാണിക്കാൻ വേണ്ടി തന്നെ ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി അവൻ ചിരിക്കുന്നുണ്ട്. പെൺകുട്ടി തിരിച്ചു നോക്കി ചിരിക്കുകയാണ്. ഇത് കണ്ട് നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിധിയുടെ മുഖമൊക്കെ ആകെ മാറുന്നുണ്ട്. സുധീഷിൻ്റെ ഈ പെർഫോമൻസ് ഒക്കെ കണ്ട് നിധി ദേഷ്യത്തോടെ നികേഷിനോട് പറയുന്നുണ്ട്, കണ്ടില്ലടാ നിൻ്റെ ചേട്ടൻ്റെ മുഖത്തെ ഗ്ലാസും ആ നോട്ടവും ഒക്കെ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, ചേട്ടത്തി കണ്ടു, അവളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ പെർഫോമൻസ് എല്ലാം, ഇതാണ് കാണാൻ കഴിയില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അത് തന്നെ കാണേണ്ടി വന്നു. പെട്ടെന്ന് സുധീഷ് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അയ്യോ നിങ്ങളിവിടെ നിൽപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല എന്നിങ്ങനെ കാണാത്ത മട്ടില് ഇങ്ങനെ നിന്നുകൊണ്ട് നമ്മുടെ സുധീഷ് പറയുകയാണ്. ഇത് കേട്ട് നിധിക്കും നികേഷിനും ദേഷ്യം വരുന്നുണ്ട്. ഓ പിന്നെ നീ കണ്ടില്ല അല്ലേ, ഞങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ ഇങ്ങനെ കള്ളം പറയണമെന്ന് നികേഷ് പറയുന്നുണ്ട്. ഇല്ലടാ ഞാൻ കണ്ടില്ല. ഓ നിധി നീയും ഉണ്ടായിരുന്നു ഇവനോടൊപ്പം, പിന്നെ നീ കണ്ടില്ലേടാ ആ കുട്ടി എന്നെ നോക്കി ചിരിക്കുന്നത്, നീ കണ്ടില്ലേ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് നിധി പറ എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ മുഖത്തിരിക്കുന്ന സൺഗ്ലാസ് എടുത്ത് നിധിയോട് ചോദിക്കുകയാണ്. നിധി സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ അതിങ്ങനെ കടിച്ച് പിടിച്ച് നിൽക്കുകയാണ് നിധി. ഇടയ്ക്ക് സുധീഷ് പിറകിലോട്ട് തിരിഞ്ഞു നോക്കുകയാണ് ആ കുട്ടി അപ്പോൾ ചിരിക്കുന്നുണ്ട്. ഉടനെ തന്നെ നികേഷിനോട് പറയുന്നുണ്ട്, എടാ ആ കുട്ടി കണ്ടില്ലടാ എന്നെ നോക്കി തന്നെ ചിരിക്കുന്നു, ഇത്രയും നാൾ ഞാനത് അറിഞ്ഞില്ല, എന്തായാലും ഞാൻ അവളോടൊന്ന് പോയി സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് നിന്ന് ഹലോ എന്ന് പറയുമ്പോൾ ഹായ് എന്ന് ആ കുട്ടിയും പറയുന്നുണ്ട്. അല്ല എന്നോട് എന്തോ പറയാനുണ്ടെന്ന് നികേഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. ആ പെൺകുട്ടി ചിരിയോടുകൂടി അവൾ തന്നെ പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് ഗായത്രി എന്ന് പറയുമ്പോൾ സുധീഷ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവർ ചിരിയോടുകൂടി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് നമ്മുടെ നിധിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിധിയുടെ മുഖത്തെ ടെൻഷനൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ സുധീഷ് നന്നായി ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നടക്കുന്നതൊന്നും അവൾക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നിധി പെട്ടെന്നൊരു ഓട്ടോ വിളിച്ച് അതിൽ കയറി പോവാണ്. ഇത് സുധീഷ് കാണുന്നുണ്ട്. കണ്ടല്ലേ അവളുടെ മുഖത്തെ ടെൻഷനും വിഷമവും ഒക്കെ ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഏട്ടത്തിയുടെ മുഖത്തെ വിഷമമൊക്കെ കണ്ടിട്ട് നമ്മുടെ നികേഷിന് സഹിക്കാൻ കഴിയുന്നില്ല. എന്തിനാ ഈ സുധീഷേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ചേട്ടത്തി എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നിധി ഓഫീസിലെത്തി അല്പസമയം കഴിഞ്ഞതും സുഭാഷ് ഏട്ടൻ നിധിയെ കാണാനായി ഓഫീസിന് മുന്നിൽ എത്തുകയാണ്. നിധി ഓഫീസിൽ നിന്നും ഇറങ്ങി വന്ന് സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, എന്തിനാ സുഭാഷ് ഏട്ടാ ഇവിടെ നിൽക്കുന്നത്, വന്നു കഴിഞ്ഞാൽ അങ്ങ് ഓഫീസിനകത്തേക്ക് വരാമല്ലോ, അവിടെ ഗസ്റ്റ് റൂം ഉണ്ട്, അവിടെ ഇരിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ വേണ്ട മോളെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്, പെട്ടെന്ന് തന്നെ പോവും, നിന്നോട് സംസാരിക്കാൻ അത്യാവശ്യമുള്ളതുകൊണ്ട് മാത്രം വന്നതാണെന്ന് പറയുന്നുണ്ട്. എന്താ സുഭാഷ് ഏട്ടാ കാര്യം, എന്താ ഇത്ര അത്യാവശ്യമെന്ന് നിധി ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, മോളെ ആ ബ്രോക്കർ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, വളരെ മടിയോട് കൂടിയാണ് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത്, ഇന്ന് ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ആൾക്കാർ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു, ഇന്ന് നല്ല നാളാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അതിനെന്താ സുഭാഷ് ഏട്ടാ നല്ല കാര്യമാണല്ലോ, എന്നോട് ഇതൊന്നും ആദ്യം പറയാതിരുന്നത്, എന്നാൽ ഞാനിന്ന് ലീവ് എടുക്കുമായിരുന്നല്ലോ, ഇത് നല്ല കാര്യമല്ലേ എന്ന് സന്തോഷത്തോടെ നിധി പറയുകയാണ്. എന്നാൽ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അത് മോളെ ഇപ്പോഴാണ് അദ്ദേഹം വിളിച്ചത്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, അതിനെന്താ സുഭാഷ് ഏട്ടാ അവർ വരട്ടെ, നല്ല കാര്യമല്ലേ, സുഭാഷ് ഏട്ടനെ അറിയാവുന്ന ആൾക്കാരാണോ, ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് നിധി. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അയ്യോ എനിക്ക് അറിയാവുന്ന പെൺകുട്ടിയൊന്നുമല്ല, ബ്രോക്കർ ആ കുട്ടിയെ കുറിച്ച് പറഞ്ഞു, ഞാൻ ചെന്ന് കണ്ടു എന്ന് പറയാണ്. അപ്പം നിധിയൊന്നും ഞെട്ടുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ കണ്ടോ, ഞങ്ങളോട് ഇക്കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, എപ്പോഴാണ് സുഭാഷ് ഏട്ടൻ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് 2 ദിവസം മുൻപ് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിധി വളരെ അതിശയത്തോടു കൂടി സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, ആണോ, എന്നിട്ട് ഞങ്ങളോടൊന്നും പിണ്ടിയില്ല അല്ലേ സുഭാഷ് ഏട്ടാ, അപ്പോൾ പെൺകുട്ടിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ചിട്ടാണ് ഞങ്ങളോട് ഇക്കാര്യം പറയുന്നത്. അയ്യോ അങ്ങനെയൊന്നും ഇല്ല മോളെ,
കുറേ കാലമായില്ലേ നമ്മളെല്ലാവരും കൂടെ പെൺകുട്ടികളെ പോയി കണ്ട് ആ വിവാഹം നടക്കാതെ പോകുന്നു. അങ്ങനെയൊരു ബുദ്ധിമുട്ട് ഇനി നിങ്ങൾക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ പോയി ആ കുട്ടിയെ കണ്ടത്. ഞങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരുപാട് സംസാരിച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങളും ആ കുട്ടിയോട് പറഞ്ഞു. ആ കുട്ടി അവരുടെ വീട്ടിലെ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം എന്നോടും പറഞ്ഞു. എനിക്കെല്ലാം ഓക്കെ ആണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശരിയെന്ന് പറഞ്ഞത്. ഇക്കാര്യം ഞാൻ എൻ്റെ അനിയന്മാരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് അവരോട് പറയാനൊരു മടിയുണ്ട് നിധി. അതുകൊണ്ട് നീ അവരോട് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, എന്താ സുഭാഷ് ചേട്ടാ എന്തിനാ മടിക്കുന്നത്? അവരോട് ഇത് ചേട്ടൻ പറയുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സന്തോഷമാവും. അവർക്ക് സന്തോഷമുള്ള കാര്യമല്ലേ ഈ പറയാൻ പോകുന്നത്. ചേട്ടൻ തന്നെ പറ എന്ന് പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, അതെങ്ങനെയാ മോളെ ഞാൻ അവരോട് എൻ്റെ വിവാഹ കാര്യത്തെക്കുറിച്ച് തന്നെ എൻ്റെ അനിയന്മാരോട് സംസാരിക്കുക, അതിനെനിക്ക് കഴിയില്ല. അതുകൊണ്ട് മോള് തന്നെ അക്കാര്യം സംസാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ശരി, ഞാൻ തന്നെ അവരോട് പറഞ്ഞേക്കാം. എത്ര മണിക്കാണ് അവർ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു 5 മണിയാവുന്ന സമയത്തേക്ക് വരാമെന്നാണ് പറഞ്ഞതെന്ന് സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ശരി എങ്കിൽ 5 മണി ആവുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടായേക്കും. ഞാൻ ഇപ്പോൾ തന്നെ ലീവ് പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, വേണ്ട മോളെ, നിനക്ക് അർജൻറ്റ് ജോലികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടാവുമല്ലോ, അതെല്ലാം കഴിഞ്ഞ് ഒരു 4:45 ആവുമ്പോഴേക്കും നീ വീട്ടിലേക്ക് എത്തിയാൽ മതി എന്ന് പറയുമ്പോൾ ശരി സുഭാഷ് ചേട്ടാ, ഞങ്ങൾ നേരത്തെ കാലത്ത് തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. സുഭാഷ് ചേട്ടൻ പോയിക്കോ എന്ന് പറയുകയാണ്. അങ്ങനെ സുഭാഷ് ചേട്ടൻ അവിടെ നിന്നും പോകുന്നുണ്ട്.